അങ്ങനെ ദാ ഞങ്ങളുടെ നോർവേയിലത്തെ ഫസ്റ്റ് കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ആ ഒരു വിളവും കൊണ്ട് താഴെയുള്ള ആൻറ്റിക്ക് അങ്കിളിനും കൊടുക്കാന്ന് വെച്ചിട്ടുള്ള പോണ പോക്കാണ് കേട്ടോ. ഇവിടെ നോർവേയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം 4-5 മാസം മാത്രമാണ് കൃഷി ചെയ്യാൻ പറ്റുക. ഇവിടുത്തെ മെയിനായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത് ഗോതമ്പും ഉരുളൻകിഴങ്ങുമാണ് കേട്ടോ. എന്നാൽ ഇതിന് യാതൊരു വില കുറവും ഇല്ല കേട്ടോ. കടയിൽ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി റേറ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വിത്തൊക്കെ ഏകദേശം ഒരു മെയ് മാസമായിപ്പോൾ വീടിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ മുളപ്പിക്കും. കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തണുപ്പ് അതിന് താങ്ങാൻ പറ്റണമെന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ ഈ വീട്ടിൽ വെച്ച് മുളപ്പിച്ചിട്ട് അതിനൊരു 4-5 ഇലയൊക്കെ വരുമ്പോഴാണ് നമ്മളെടുത്ത് പുറത്തോട്ട് വയ്ക്കുക. ഇപ്പം നമ്മൾ ഇപ്രാവശ്യം ചെയ്തതേ നമ്മുടെ മുട്ടയൊക്കെ മേടിക്കുമ്പോൾ കിട്ടണ കടലാസിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് വെച്ച് മുളപ്പിച്ചു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മണ്ണ് മതി ഓരോ കള്ളികളിലും നമുക്ക് ഓരോ വിത്തായിട്ട് മുളപ്പിക്കാനായിട്ട് പറ്റിയിട്ടോ. അത് ഒരു നല്ലൊരു ട്രിക്കാണെന്ന് എനിക്ക് ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നമ്മൾ മണ്ണൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഓരോ ചാക്കുകളിലായിട്ടാണ് മേടിക്കുക. അപ്പോൾ അതിലേതെങ്കിലും കമ്പോസ്റ്റുള്ള മണ്ണാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആയിട്ട് ചെടികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം ചാണക കമ്പോസ്റ്റുള്ള മണ്ണാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴുണ്ട് നമ്മുടെ ചെടികളുടെ ഒരവസ്ഥയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ നേരെ കാണാൻ പോണത് ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടം എന്ന് പറയുന്ന പോലെ ഒരു കുഞ്ഞൊരു ബാൽക്കണി തോട്ടമാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടെ ഉണ്ടായി വിളവെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 പൈസയുടെ പ്ലാസ്റ്റിക് കവറിലിടാനുള്ള കാര്യങ്ങളെ കിട്ടുള്ളൂ. എന്നാൽ കൂടെ നമുക്കിത് ഉണ്ടായി നിൽക്കണം കാണാനുള്ളൊരു പോസിറ്റിവിറ്റി. കാരണം ഏകദേശം ഒരു 6 മാസമൊക്കെ ഇവിടെ നല്ല കട്ട സ്നോ ആണ്. അതുപോലെ തന്നെ യാതൊരു ചെടികളുമിലും ഇല ഉണ്ടാവില്ല. ആകെ പൈൻ ട്രീമ മാത്രമാണ് ഇല ഉണ്ടാവുക. അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ചെടിയും ഇലയൊക്കെ കാണുമ്പോഴേ നമ്മൾ ആ ഒരു പഴയൊരു നല്ല നമ്മുടെ നാടിൻ്റെ ഒരു നോസ്റ്റാൾജിക് ഫീലിംഗും ഒക്കെ കിട്ടും കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ 2 വർഷമായിട്ട് കഴിഞ്ഞാൽ 2 വർഷമായിട്ടും ഈ ഒരു കാര്യം മുടങ്ങാണ്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണ് മേടിക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോഴേ ഇതാണ് കേട്ടോ ആ മേടിക്കുന്ന ചാക്ക്. അപ്പോൾ അതിൽ ഇരിക്കുന്ന ഒരു പശു കണ്ടില്ലേ, അങ്ങനത്തെ കമ്പോസ്റ്റ് ഉള്ളതാണ് മേടിച്ചിട്ടുള്ളത്. മണ്ണിൻ്റെ ഗുണമാണോ ചെടിയുടെ വിത്തിൻ്റെ ഗുണമാണോ എന്നറിയില്ല, നല്ല അടിപൊളിയായിട്ട് ചെടികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതധികം പ്രായമാകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പൂക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇത് പെട്ടെന്ന് പൂവുണ്ടായി പെട്ടെന്ന് കായ ഉണ്ടാവും. അത് കാരണം കൊണ്ട് നമുക്ക് അധികം സമയം കാത്തിരിക്കേണ്ടിയൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് വള്ളി പടർന്നു പോണ ബീൻസൊക്കെ ആണെങ്കിലും ഇത് അത്ര വലിയ ഹൈറ്റിലൊന്നും പോവില്ല കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയൊരു കമ്പി പോലെയാണ് കെട്ടി കൊടുത്തിരിക്കുന്നത്. കാരണം അതിൻ്റെ വള്ളി മറ്റുള്ളമ്മ പിടിച്ച് കയറിയിട്ട് ഇനി ആ മറ്റുള്ള ചെടികൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു പരിപാടിയാണ് കേട്ടോ. പിന്നെ നമുക്കിതൊന്നും താഴോട്ട് ഇറക്കി വയ്ക്കാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് മഴ വരണേ എപ്പോഴാണ് വെയിൽ ഉദിക്കണേന്ന് യാതൊന്നും പറയാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവിടുത്തെ. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ചെടിയിലോട്ടൊക്കെ മണ്ണ് ചാടി വീണ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ചെടിയൊക്കെ പുറത്ത് കിടക്കുന്നുണ്ടാവും. പിന്നെ കറ്റാർവാഴ നല്ല റേറ്റാണ് കേട്ടോ ഇവിടുന്ന് മേടിക്കാനായിട്ട്. അങ്ങനെ എനിക്കൊരു കുഞ്ഞ് കറ്റാർവാഴയുടെ ചെടി കിട്ടി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞാൻ ഇതിൽ കൊണ്ട് കുഴിച്ചിട്ടതാണ്. ഏകദേശം 2 ഇല ഉണ്ടായിരുന്നുള്ളൂ. 2 ഇലയും ചീഞ്ഞു പോയി. പക്ഷേ നോക്കുമ്പോൾ ഉണ്ട് ഇപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞൊരു ഇല വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്ത കൃഷി എന്ന് പറയണത് ഇപ്രാവശ്യത്തെ ഈ ബേബി റാഡിഷാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ മണ്ണൊക്കെ വേണമെന്നൊക്കെയല്ലോ വിചാരിച്ചിട്ട് ഈ ഒരു വലിയ ബോക്സിൽ കുറേ മണ്ണൊക്കെ ഇട്ടിട്ട് ഈ ബേബി റാഡിഷിന് അങ്ങനെ നട്ട്. പക്ഷേ ബേബി റാഡിഷ് പണി പറ്റിച്ച്. കാരണം അതിന് അത്ര അധികം മണ്ണ് വേണ്ടാന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ഇതൊക്കെ നട്ട് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഈ റാഡിഷ് അങ്ങനെ മുകളിലോട്ട് പൊന്തി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പിന്നെയും മണ്ണിടും, പിന്നെയും അത് പൊന്തി വരും. അങ്ങനെ അതൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് ഇലയ്ക്കൊക്കെ ചെറിയൊരു വാട്ടൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, ഈ ഒരു ഏരിയ എന്ന് പറയണത് ഒരു 4-5 മാസം മുമ്പ് ഫുള്ള് റോഷാക്ക് സിനിമയിലത്തെ പോലെ ഫുള്ള് വെളുത്തിട്ടാണ് കിടന്നിരുന്നത്. ഫുള്ള് സ്നോ ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ബുദ്ധിമുട്ടുകൾ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. നല്ല വെയിൽ, അതുപോലെ തന്നെ നല്ല പച്ചപ്പ്, എല്ലാ ആപ്പിൾ ട്രീസും എല്ലാ പൈനും അതുപോലെ ചെറിമരം എല്ലാം പൂവിട്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല നല്ല രസമായിരുന്നു. പിന്നെ നമ്മുടെ ഈ ബേബി റാഡിഷ് ഉണ്ടല്ലോ, അത്യാവശ്യം നമ്മുടെ ഇലയ്ക്കൊക്കെ ഒരു ചെറിയ യെല്ലോയിഷ് കളറൊക്കെ വന്നപ്പോൾ എന്തായാലും അത് പറിക്കാമെന്ന് വെച്ചു. അപ്പം നല്ല ഉണ്ട റെഡിഷായിരുന്നു ഫോട്ടോയിൽ കണ്ടത് കേട്ടോ. പക്ഷേ പറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് അത്യാവശ്യം ചെറിയൊരു നീളത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി മണ്ണ് കൂടിയിട്ടാണോന്ന് അറിയില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ കളറ് അടിപൊളി കളറായിരുന്നു കേട്ടോ. കളറാണ് നമ്മളെ ഏറ്റവും കൊതിപ്പിക്കുന്നത്. പിന്നെ അത് നമ്മൾ പച്ചയ്ക്ക് മുറിച്ച് കഴിക്കുമ്പോഴേ ചെറിയൊരു ചവർപ്പ് രസമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ സാലഡിലൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് കുഴപ്പമില്ല. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ കുറേ ഉപ്പേരി അതുപോലെ തോരൻ ചാറുകറിയൊക്കെ വെക്കുന്ന റെസിപ്പീസൊക്കെ കാണുന്നുണ്ട്. എന്തായാലും അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നുണ്ട്. അപ്പോൾ ഒരു 4-5
കട. ഇത് ഇവിടെ എല്ലാവരും സാലഡ് കഴിക്കൽ കുറച്ച് കൂടുതലാണ്, ഈ ഒരു നോർവീജിയൻസ്. അപ്പോൾ എന്തായാലും ആ ഒരു ഫാമിലിയാണ് താഴെ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും ഈ ഒരു റാഡിഷ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സാലഡിലൊക്കെ ഇട്ട് കഴിക്കാം. പിന്നെ അവരെപ്പോഴും ചോദിക്കാറൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് കൃഷി എന്നൊക്കെ ചോദിക്കാറുള്ള കാരണം അവർക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കളറുണ്ടല്ലോ, കൊതിപ്പിക്കുന്ന കളറായിരുന്നു കേട്ടോ. ഇത് മണ്ണ് പിടിച്ചിരിക്കുന്നതിനേക്കാളും ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പറിക്കാനും തോന്നില്ല, കഴിക്കാനും തോന്നില്ല. അതിങ്ങനെ എവിടെയെങ്കിലും എടുത്ത് വെച്ച് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കാനായിട്ട് തോന്നും. അത്ര രസമായിരുന്നു. ഇല അതൊന്നും പറിച്ച് കളയാനേ തോന്നില്ല, അത്ര ഭംഗിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാനായിട്ട് ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും പറിച്ചില്ല, കുറച്ച് പറിച്ചിട്ട് എന്തായാലും അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ നോർവേയിലത്തെ ഫസ്റ്റ് വിളവെടുപ്പ് എന്ന് പറയുന്നത്. എനിവേ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു എന്താ പറയുക, ഒരു സംശയത്തോട് കൂട്ടിയിട്ട് നട്ടതാണെങ്കിൽ കൂടെ നല്ല അടിപൊളിയായിട്ട് നമുക്കത് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടോ. അപ്പോൾ ഇതെന്തായാലും പറിച്ച് കഴിഞ്ഞാൽ പിന്നെയും ഗ്യാപ്പ് വരുമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെയും കുറച്ച് വിത്തും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാനായിട്ട്. ഇത് താഴെയുള്ള ആൻറ്റിക്ക് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എടുത്ത് വെച്ചാലോ, നമുക്കെല്ലാം വേസിൽ ഇട്ട് വെച്ചാലോ എന്നൊക്കെ തോന്നി. പക്ഷേ ഇത് ഇട്ട് വെച്ചിട്ട് വെറുതെ കാര്യമൊന്നുമില്ലല്ലോ, വെറുതെ നാശമായി പോണേക്കാളും ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അതല്ല നല്ലതെന്ന് വെച്ചിട്ട് നേരെ അവർക്ക് കൊണ്ടുകൊടുത്തു. അതാണ് ഞാൻ ഇന്നത്തെ കൊച്ചു ദിവസം.